ബട്ട് നമ്മൾ എന്താണോ അതാണ് ആത്മീയശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ അമ്പലത്തില് പള്ളിയില് അവിടെ ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളൊന്നും അല്ല യഥാർത്ഥ ദൈവങ്ങൾ. ദൈവങ്ങൾ എന്ന് പറഞ്ഞ മനുഷ്യരും മറ്റു മൃഗങ്ങളും മറ്റു സസ്യങ്ങളും ഒക്കെ തന്നെയാണ് ദൈവങ്ങൾ എന്ന് പറയുന്നത്. ജീവനുള്ളവയെല്ലാം ദൈവങ്ങളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ദൈവം ഇരിക്കുന്നത്. നമ്മുടെ ഊർജ്ജം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആ ഊർജ്ജം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനം നടത്തുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ മരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം പുറത്തു പോകുന്നത് നമ്മൾ ഖരാവസ്ഥയിൽ നിന്ന് നേരെ വാതകാവസ്ഥയിലേക്ക് മാറുന്നു. വീണ്ടും അത് പിന്നെ അനുകൂല സാഹചര്യം വരുമ്പോൾ നമ്മൾ വാതകമായിട്ട് നമ്മൾ ഈ ഭൂമിയിലൊക്കെ ചുറ്റിത്തിരിയുന്ന പല സ്ഥലത്തായിട്ടായിരിക്കും. അതിനെക്കുറിച്ച് ഇപ്പം പറയാൻ സമയമില്ല. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ നിന്ന് വേർപെട്ട ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഊർജ്ജ കണം പുറത്തൊക്കെ ജീവനുള്ളവയാണല്ലോ. അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ച ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റാത്ത നെറ്റിന്റെ കൂട്ടാണ്. അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അനുകൂല സാഹചര്യം വരുമ്പോൾ അത് ഭൂമിയിലെത്തുകയും പിന്നെ അത് മാതാവിന്റെ ഗർഭത്തിൽ കൂടെ അത് പുതിയ ശിശുവായിട്ട് വരികയൊക്കെ ചെയ്ത് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാം കൺവേർട്ട് ചെയ്യണം. തന്നെയല്ല സയൻസിൽ പറയുന്നതാണ് ലിവിങ് തിങ്സ് ആർ റിന്യൂവബിൾ. ലിവിങ് തിങ്സിനെ നമുക്ക് പുനർജീവിപ്പിക്കാൻ കഴിയും. അപ്പൊ റിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ലിവിങ് തിങ്സിനെ. അത് തന്നെയാണ് ഈ പുനർജന്മം എന്ന് പറയുന്നത്. അപ്പം ജീവനില്ലാത്ത വസ്തുക്കൾക്ക് 3 രൂപത്തിലിരിക്കുക പരസ്പരം അവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടാൻ പറ്റുമെങ്കിൽ ജീവനുള്ളവയ്ക്ക് മാറ്റാൻ സാധ്യമല്ലേ? എന്റെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിന്റെ ഉത്തരം നിങ്ങൾ തരണം. എന്നിട്ട് പറയണം പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ജീവനില്ലാത്തവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും, പക്ഷെ ജീവനുള്ളവയ്ക്ക് മാറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾക്കും 3 രൂപമുണ്ട്. നമ്മൾ ഈ 3 രൂപത്തിലേക്കും പരസ്പരം നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. പരസ്പരം സനാതനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് മരണം സംഭവിക്കും. വീണ്ടും അനുകൂല സാഹചര്യം വരുമ്പോൾ വീണ്ടും നമ്മൾ തന്നെയാണ് ജനിക്കുന്നത്. അങ്ങനെ ജനിച്ചും മരിച്ചും നമ്മുടെ ഈ സൈക്കിള് കംപ്ലീറ്റ് ആകുകയാണ്. ഇതാണ് ഇന്നത്തെ പാഠം. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.